അങ്ങനെ ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞു. സ്റ്റീവ് ദേ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. ഗ്രേസ് ദേ കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നു. സണ്ണചേട്ടൻ ദേ റെഡി ആവണു. ഇവരുടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേയിലത്തോട്ടം കാണാൻ പോവാ, പിന്നെന്താ ട്രക്കിങ്, പിന്നെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല. കാരണം ഇന്ന് രാവിലെ തുടങ്ങി ഇങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് പോയില്ല. പിന്നെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യാം അല്ലേ? ചായക്കട വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവര് ഇവിടെ ഒരു കാടല്ലേ, ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് സെറ്റപ്പാന്ന് തോന്നുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാൻ പോവാണ്. അപ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട നേരം, ഉറങ്ങാം. നാളെ എനിക്ക് പോവാം. എത്ര പെട്ടെന്നല്ലോ ദിവസം കഴിഞ്ഞ്. ചേടാ, ഇത് ഇവിടെ ഇരുന്നിട്ടാണ് ഇടേണ്ടത്. അവിടെ സാരില്ലല്ലേ, നമ്മൾ അവിടെ ഇരുന്നാലും ഗ്രേസിനൊക്കെ നല്ല ഉറക്കം വന്നുണ്ട് കേട്ടോ. ഡോറൊക്കെ അടച്ചിട്ട് അതൊക്കെ ഓഫ് ചെയ്യാൻ പോവാം. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ അതോ റിയൽ സൗണ്ട് ആണോ? സ്വിമ്മിംഗ് പൂൾ അല്ലേ? ആ അടിപൊളി. ഇപ്പൊ വരില്ല, നമുക്ക് താഴത്ത് പോയിട്ട് വരാം, എന്നിട്ട് കയറാം. ഇപ്പൊ കയറണ്ട. ഇപ്പൊ വേണ്ട. ഇവിടെ ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോടയൊക്കെ പതുക്കനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെയും ലൈറ്റുകളൊക്കെ മുകളിലത്തേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. മുകളിലത്തെ ലൈറ്റുകളൊക്കെ ഓൺ ആക്കി ഇപ്പോൾ വേറൊരു ലുക്കായി. വാ കൂടെ പോയിട്ടോ. അപ്പോൾ വീണ്ടും ഞങ്ങൾ താഴേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ എത്തിയിട്ട് ആ ചായക്കട അടച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. ചായക്കട അടച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ഒരു സ്റ്റൈൽ ചായക്കട ശരിക്കും അവർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഓലൊക്കെ മേഞ്ഞ്, പിന്നെ പഴയ സിനിമയുടെ പോസ്റ്ററൊക്കെ കീറിപ്പറഞ്ഞ പോലെ ആ ഒരു സ്റ്റൈല്, പിന്നെ പഴയ മറ്റേ ബുക്കുകൾ, റേഡിയോ, പിന്നെ അവിടുത്തെ ഇങ്ങനെ സ്വിച്ചുകളും എല്ലാം ചെറിയ ഐറ്റംസ് ആണെങ്കിലും അടിപൊളിയായിട്ട് പഴയ ഒരു സ്റ്റൈല് ഒരു സംഭവം കേട്ടോ. ശരിക്കും അത് നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് കട്ടൻ ചായയൊക്കെ കുടിക്കാം. പിന്നെ അവിടെ പണ്ടത്തെ മീൻസ് പണ്ട് നമ്മുടെ കടകളിൽ കിട്ടിയായിരുന്ന മിഠായി, പിന്നെ വിക്സ് മിഠായി, അങ്ങനെ പല പഴയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് പോവാണ്. ഗ്രേസ് കുട്ടി നേരത്തെ പോയപ്പോൾ അവൾ കളിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരമൊക്കെ ചാടിത്തുള്ളി മറിഞ്ഞ് അവിടെ നിന്നു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടുത്തെ നേരത്തെ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സമയത്ത് രാത്രിയായി, ഇരുട്ടായി, കാണാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പം നാളെ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ കാണിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ ഇങ്ങനെ ടവൽ ആർട്ട് കാണിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണെന്ന് പഠിപ്പിച്ചൊക്കെ തരും. അപ്പോൾ അതൊക്കെ ഇതേ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലനായിട്ട് ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടെ നിന്ന് ഇത് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം, ഇങ്ങനെ ചെയ്തൊക്കെ നോക്കാം. പക്ഷെ ഞാനങ്ങനെ നിന്നില്ലായിരുന്നു, കാരണം സ്റ്റീവൊക്കെ ഉറങ്ങായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള ടൈം നമ്മൾ ലാസ്റ്റ് സമയത്താണ് അവിടെ എത്തിയത്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടേബിളൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു സന്തോഷവും എന്താണ് നടക്കാൻ പോകണമെന്നുള്ളൊരു ആകാംക്ഷയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നല്ല ലൈറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ ടേബിള്. ഗ്രേസ് ദേ അവിടെ ഇരിക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ബൊഫേ പോലെ അവിടെ ഒന്ന് ആവശ്യമുള്ള ഫുഡ് എടുത്ത് ഇവിടെ വന്നിരുന്ന് നമുക്കങ്ങനെ കഴിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് എവിടെ നിന്നാണ് എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ മാത്രമായിരുന്നു ഞങ്ങൾ. കാരണം ഞങ്ങളിങ്ങനെ വീഡിയോസിലും ഇങ്ങനെയൊക്കെ കണ്ടതല്ലാണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇതുവരെ ഇങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ അറിവില്ലായ്മയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എല്ലാം സെറ്റാണ്. അവർ ഡിസ്പ്ലേ ചെയ്തായിരുന്ന കുറച്ച് ഐറ്റംസിൻ്റെ ഒക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നൂഡിൽസ്, അതുപോലെ തന്നെ ഗീ റൈസ്,
പിന്നെ എന്താ നമ്മുടെ ചോറ്, 2 ടൈപ്പ് ചോറ്, പിന്നെ ആ ചോറിന് പറ്റിയ നാടൻ കറികളും ഉപ്പേരി, മോരുകറി, തോരൻ, ചമ്മന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തിട്ട് ഇത് പനീർ, ബട്ടർ മസാല, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആലു അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഡിസ്പ്ലേ ചെയ്ത് അവർ നല്ല രീതിയിൽ നല്ല ചൂടോടുകൂടി നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളെല്ലാം എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് ആദ്യം തുറന്ന് നോക്കി. നമുക്ക് കഴിക്കാൻ പറ്റണത് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് എടുക്കണമല്ലോ. പിന്നെ സ്റ്റീവാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അവൻ ആ സമയത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ അവൻ അതിൻ്റേതായ ചെറിയ വാശിയും ഇതൊക്കെ ഉണ്ടായി. ഇനി അവനെ എവിടെയെങ്കിലും സൈഡിൽ ഇരുത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അവനും കൊടുത്ത് അങ്ങനെ പയ്യെ കഴിക്കാം. അപ്പോൾ ഗ്രേസിനാണെങ്കിൽ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ സന്നചേട്ടൻ നൂഡിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രേസിനുള്ള ഫുഡ് കൊടുത്ത് അവളെ ടേബിളും ഇരുത്തിയിട്ട് ഞങ്ങൾക്കുള്ളത് കഴിക്കാം. സ്റ്റീവനപ്പയ്ക്കൊന്ന് ഒന്ന് റെഡിയാക്കിയിട്ട് അവിടെ സൈഡിൽ ഇരുത്താം. അങ്ങനെ അവനെ ചെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവനവിടെ ഇരുത്തിയിട്ട് അവനും കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഗ്രേസ് കുട്ടി അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് സന്നചേട്ടൻ എടുത്ത ഫുഡാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് സൂപ്പ് എടുത്തായിരുന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ ഷെഫ് നിബു വന്നിട്ട് ഞങ്ങൾക്ക് കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ തന്നു കേട്ടോ. ഇത് ഇടിയിറച്ചിയാണ്. പിന്നെ സ്റ്റാർട്ടറായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള എന്തോ ഒരു സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ അപ്പമായിരുന്നു അവിടുത്തെ വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത്. പ്രോൺസ് കൊണ്ടുള്ള പ്രോൺസ് അപ്പം, അതുപോലെ തന്നെ മുട്ടയപ്പം. അത് അവരുടെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് മുട്ടയപ്പത്തിനേക്കാൾ ഇഷ്ടമായത് പ്രോൺസ് അപ്പമാണ്. സന്നചേട്ടനും ഗ്രേസിനും മുട്ടയപ്പം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ എന്തായാലും നല്ലൊരു വേറൊരു മൂഡായിരുന്നു. കാരണം ഞങ്ങളുടെ ലൈഫിലത്തെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്ന് എല്ലാം നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ സന്നചേട്ടൻ രണ്ടാമത് പോയി സ്വീറ്റ്സും അതൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയിൽ കഴിച്ചു. പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. സ്റ്റീവിന് ഫുഡ് കൊടുത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗ്രേസിൻ്റെയും സന്നചേട്ടൻ്റെയും സ്റ്റീവിൻ്റെ ഒക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടേബിളുമ്മ കുറേ റോസാപ്പൂ ഇതൊക്കെ ഇട്ട് ഒരു സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വൈബായിരുന്നു നമ്മുടെ ടേബിളിൽ കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നോക്കരുത്. ഒക്കെ വന്നുണ്ടാ? അതൊക്കെ ഓഫായി തന്നെ പോണമല്ലോ. വെൽക്കം ടു ഊട്ടി വൈൽഡ് ലോക്സ്. ഷൂസ് കേക്കി ഗ്രേസോ. നിന്റെ ഉറക്കൊക്കെ പോയാ? ഇത്ര നേരം ഭയങ്കര ഉറക്കായിരുന്നല്ലോ. ഫുഡ് സൂപ്പർ, അടിപൊളി ഭക്ഷണം. ഗ്രേസ് ഒരു മിനിറ്റ് അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മള് ബെഡിന്റെ മോളിൽ കയറുന്നു പറയാം. നമ്മള് സ്റ്റീവ് വീഴാണ്ടിരിക്കാൻ വേണ്ടി കട്ടില് മാറ്റി ബെഡ് ഇട്ടിട്ടാണ് കിടക്കണേ. ഏറ്റവും താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. അതായത് സൈഡിലേക്ക് വീണാലും ഇത്തിരി താഴത്തേക്ക് വീഴുള്ളൂ വെച്ചിട്ട് ഇവിടെ എന്തിട്ടാണ് നോക്കിയാൽ കുഴിയിലോ സൂക്ഷിച്ചു കിടന്ന. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഒരു നല്ല ഫുഡായിരുന്നു. എന്താ ഒന്നും പറയാനില്ല. നമ്മുടെ അവിടെ തൂങ്ങണായിരുന്നു. നമ്മുടെ ഷെഫ് നിബിച്ചേട്ടനുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ചാനലിൽ വീഡിയോ ഒക്കെ. അപ്പൊ ആളെയൊക്കെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പൊ ആള് നമ്മുടെ മുട്ടയപ്പവും സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് മുട്ടയപ്പം, പിന്നെ പിന്നുണ്ടായ ഇടിയിറച്ചി, അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ തന്നിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് മുട്ടയപ്പം, ഗ്രേസിന് മുട്ടയപ്പാണ് ഇഷ്ടമായി. എനിക്ക് മുട്ടയപ്പാണ് അടിപൊളി. എന്തിനായാലും അടിപൊളിയായിരുന്നു. അതുപോലെ കുറെ സാധനങ്ങൾ ഉണ്ടായിട്ടാ. ഞങ്ങള് റൂം ബുക്ക് ചെയ്തപ്പോ ഡിന്നറും കൂടി ആഡ് ചെയ്തിരുന്നു. നോർമൽ റൂം ബുക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിന്നറും കൂടി ആഡ് ചെയ്ത്, അല്ലെങ്കിൽ വൈകുന്നേരം ഈ പിള്ളേരെ കൊണ്ട് പുറത്തു പോലും നടക്കില്ല. ഇവിടെ അടുത്തൊന്നും കട പോലും ഇല്ല. അപ്പൊ ഡിന്നർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡിന്നർ കഴിക്കാൻ പറ്റിയത്. അതും റിസർവ് ചെയ്യണം. നമുക്ക് പുറത്തിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ, പുറത്ത് റൗണ്ട് ടേബിളുമായി ഇരുന്ന് കഴിക്കണമെങ്കിൽ റിസർവ് ചെയ്യണമായിരുന്നു. അപ്പൊ അതും ചെയ്ത് വെച്ചിട്ടുണ്ടായി.
ഞങ്ങൾ കടലായിട്ട് സെറ്റ് ചെയ്ത് എന്താ പറയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ആ സെറ്റപ്പില് റോസപ്പൂ ഇട്ട് വെളിയിലേക്ക് ശേഷം നല്ല സൂപ്പർ ആക്കി ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേരുടെ ബഹളം കാരണം ആസ്വദിക്കാൻ അങ്ങോട്ട് പോ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അവരുടെ സൈഡിൽ എല്ലാം ക്ലിയർ ആക്കി തന്നിരുന്നു. പിന്നെ വേറെ റൂമിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തിനാ ഷൂട്ട് ചെയ്ത് പോയിട്ട് ഓ പിടിച്ചു. അപ്പൊ എന്നിട്ടാണ് റൂമിന്റെ കാര്യം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രീമിയം ഡിലക്സ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതാണ് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം 16,495 രൂപയായിരുന്നു പ്രീമിയം ഡിലക്സിന്. ഇതിന് എനിക്ക് അതിലും കുറെ പൈസ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നിട്ടായാലും അതിലും കൂടുതൽ ഉള്ളിൽ ഫെസിലിറ്റികൾ കൂടുതലുള്ള റൂമായിട്ട് തോന്നി ഞങ്ങൾക്ക്. പക്ഷെ പുറത്തെ വ്യൂ ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രീമിയം ഡിലക്സിലായിരുന്നു. അതായത് നമുക്ക് ആ മലയൊക്കെ കാണാനുള്ള അങ്ങനത്തെ വ്യൂ കൂടുതലുണ്ടായിരുന്ന അതിലായിരുന്നു. പക്ഷെ ഇതിന്റെ പുറത്ത് അതിന് ഞങ്ങൾ പറയാനേ പറ്റുള്ളൂ. എനിക്കറിയില്ല, ഞാൻ ബെഡിൽ ഇതുവരെ കിടന്നിട്ടില്ല. നാളത്തെ വീഡിയോ കൂടെ കാണിക്കാം. അപ്പൊ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. 5 സ്റ്റാർ ഫെസിലിറ്റി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കും വില അതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ മെനു ഒക്കെ എടുത്തു നോക്കിയപ്പോ സമൂസ 500 രൂപ. അതിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സമൂസയാണെന്ന് അറിയില്ല. സമൂസാന്ന് എഴുതിയിട്ടുള്ളൂ അവരുടെ ബുക്കിൽ. എനിക്കറിയില്ല, സമൂസ എന്ന് എഴുതിയിട്ടുള്ളൂ. 500 രൂപ എഴുതിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടു ബുക്കിലുണ്ട്. ഗ്രേസ് ആ ബുക്ക് നിർത്തുന്നപ്പേക്ക് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അപ്പൊ വില കൂടുതലുണ്ട്. പക്ഷെ അതിനുള്ള നമുക്ക് നല്ല ഞാൻ ഇതിൽ കണ്ടാടി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇങ്ങോട്ട് വാ മോളെ. സമൂസയുടെ പേജൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സമൂസ 500. ഞങ്ങൾ എക്സ്ട്രാ ഒന്നും ഓർഡറൊന്നും ചെയ്തില്ല. കുറെ സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിക്കണ്ടെന്ന് ഒരു പിടുത്തില്ല. കുറെ ഐറ്റംസ് പറയണെങ്കിൽ റൈസ് തന്നെ പല വെറൈറ്റികള്. പിന്നെ അത് ഇത് മറിച്ചത് ഇവരുടെ പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കി എനിക്ക് വേറെ എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ടായിരുന്നു. കുറെ മറ്റേ ഡെസേർട്ടും അടിപൊളി സാധനം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു. അടിപൊളി ഞങ്ങളുടെ എന്താ പറയാ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോ കൂടെ ഇനി ഇവരുടെ കൂടെ കളിക്കണം. ഇവരുടെ കൂടെ കളി കഴിഞ്ഞ് ഇവരെ ഉറക്കണം. ഇവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ള വീഡിയോ സെറ്റ് ചെയ്യണം. അതിന്റെ പരിപാടികളുണ്ട്, എഡിറ്റിംഗ് പരിപാടികളുണ്ട്. ഇപ്പൊ മൂന്നാറിൽ വന്നാലും പണി ചെയ്യണം. അപ്പൊ ഇപ്പൊ എല്ലാ ദിവസവും കറക്റ്റ് 12 മണിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സമയത്ത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് അമ്മയുടെ ഗ്രേസാമ്മ ചേച്ചി ഉണ്ട്. അവിടെ അതെനിക്ക് വേറെ വിഷമം തോന്നില്ല. അമ്മയൊക്കെ തോന്നി സംസാരിച്ചിരുന്നു. പക്ഷെ നമ്മുടെ റിയോയും ഹണിയും ജോണും ബിങ്കോയും എന്നെ നോക്കിയിരിക്കുന്നത്. അവിടെ ഞാൻ രാവിലെ പറഞ്ഞു, രാവിലെ അവർക്ക് വയറിറച്ച് ഭക്ഷണം കൊടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ എങ്കിലും അവര് വൈകുന്നേരം ആകുമ്പോൾ എന്നെ സ്മരിക്കും അവിടെ കിടന്നിട്ട്. അത് മാത്രം മനസ്സിൽ ശരിക്കും ഒരു വിഷമമുണ്ട്. ബാക്കി എന്റെ കണ്ടുപോകും. അപ്പൊ എന്തായാലും അത് മാത്രമേ ഒരു മിസ്സിംഗ് ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോ കൂടെ കാണാം. ബൈ ബൈ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഞങ്ങള് നാളെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരും. നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഇന്ന് 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ. 2:45 3 മണിയായി. പിന്നെ റൂമൊക്കെ സെറ്റ് ആയി വന്നേക്കും 3-3:30 ആയി. 3:30 ആയപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് കയറുത്. ഇപ്പൊ നാളെ 11 മണിക്ക് 11 മണിക്ക് റൂം ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് മേടിച്ചാലോ? അതെ, എന്തായാലും കൊള്ളാതെ. പക്ഷെ എന്തൊക്കെ വന്നാലും ഞങ്ങളുടെ പറദീസ ഞങ്ങളുടെ വീട് തന്നെയാണ്. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, പച്ചപ്പാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് ഇങ്ങനെ സുന്ദര കുട്ടനായിരുന്നു. അത് വിടും. അതെ. അപ്പൊ 5 സ്റ്റാറിന്റെ മുകളിൽ ഞങ്ങള് വേറെ 2 സ്റ്റാർ കൂടിയിട്ട് 7 സ്റ്റാർ ആക്കും. വീട് കൊടുക്കരുന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ടായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഭയങ്കര സന്തോഷം.
സ്പെഷ്യലി മിടുവിന്റെ സന്തോഷം കാണുമ്പോൾ അതിലും വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് നാളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. എല്ലാവരും അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ബൈ.